2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിമ്പനത്തോടിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാവുന്നു. വടകര പുതിയ സ്റ്റാൻഡ് പരിസരം ചീഞ്ഞുനാറുന്നു. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി. വടകരയിൽ 10ലേറെ ലോറികൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ആയഞ്ചേരിയിലെ ഭരണത്തർക്കം. ഇടതുമുന്നണി അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. കീഴൂർ ശിവക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായ അഖിലേന്ത്യാ പ്രദർശനത്തിന് വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. കരിമ്പനത്തോടിലെ മാലിന്യ നീക്കം തടഞ്ഞതോടെ വടകര പുതിയ സ്റ്റാൻഡ് പരിസരം ദുർഗന്ധത്തിൽ മുങ്ങി. സമീപത്തെ ടാക്സി സ്റ്റാൻഡിലുള്ളവർക്ക് ഇവിടെ നിൽക്കാനാവാത്ത സ്ഥിതിയാണ്. ഓവുചാലിൽ നിറയെ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള മലിനജലം ഒഴുകുന്നത് കരിമ്പന പാലത്തുകാർ തടഞ്ഞതോടെയാണ് ഈ ഒരു അവസ്ഥ. BOT കെട്ടിടത്തിന് സമീപം ഒരാഴ്ച മുമ്പാണ് ഓവുചാലിൽ മണ്ണിട്ടത്. ഇതോടെ മലിനജലം ഈ പ്രദേശത്ത് കെട്ടിക്കിടക്കുകയാണ്. മലിനജലത്തിന്റെ നിരപ്പ് ദിവസം കൂടുന്തോറും ഉയരുകയാണ്. കടകൾ പലതും തുറന്നു പ്രവർത്തിക്കാനാവുന്നില്ല. വ്യാപാരികളെയും ടാക്സികളുമായി കാത്തുനിൽക്കുന്ന ഡ്രൈവർമാരെ ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടെ മുനിസിപ്പൽ അധികൃതർ വിളിച്ചു ചേർത്ത ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ദിവസമായിട്ട് വളരെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത, വണ്ടി സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റാത്ത വളരെ മോശമായിട്ട് മണവും വളരെ എന്താ പറയണ്ടേ ഇരുന്ന് ഒരു വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇവിടെ ഈ മലിനജലം തടിച്ചിട്ട് ഇപ്പോൾ ഇന്നലെ ഒന്നും അത്ര ഇതില്ലേനു. ഇന്ന് വീണ്ടും അവിടെ കനാൽ ഈ തോട് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഇന്ന് കൂടുതലായിട്ട് വെള്ളം പൊന്തി മലം തന്നെയാണ് പുറത്ത് പൊന്തിക്കിടക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ മലം വരുന്നതെന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. രാത്രിയുടെ മറവിൽ വൻതോതിൽ ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. വടകര മാഹി കനാൽ പ്രദേശത്ത് നിന്ന് കളിമണ്ണ് ശേഖരിച്ച് തൃശൂരിലെ ഓട് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. 25,000 കിലോ പെർമിറ്റുള്ള ലോറിയിൽ 40,000-ഓളം കിലോ ഭാരം കയറ്റുന്നതായി കണ്ടെത്തി. ഇവ റോഡുകൾക്കും പാലങ്ങൾക്കും തകരാറ് സൃഷ്ടിക്കുമെന്ന് പറയുന്നു. കളിമണ്ണ് കയറ്റിപ്പോകുന്ന ലോറികളെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി ലഭിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. ഇത്തരത്തിൽപ്പെട്ട 10ലേറെ ലോറികൾ ഇന്ന് വെളുപ്പിന് 2-ന് പിടികൂടി. ദേശീയപാതയിൽ ആശാ ഹോസ്പിറ്റലിന് സമീപത്തെ വെയിങ് ബ്രിഡ്ജിലെത്തിച്ച് ഭാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം വാഹനങ്ങൾക്ക് പിഴയിട്ടു. 14,000 മുതൽ 17,000 വരെയാണ് പിഴ ചുമത്തിയത്. വടകര മാഹി കനാലിന്റെ നിർമ്മാണം നടക്കുന്ന കോട്ടപ്പള്ളി പ്രദേശത്ത് വൻതോതിൽ കളിമണ്ണ് ശേഖരണമുണ്ട്. ഇവിടെ നിന്ന് ആഴ്ചകളായി കളിമണ്ണ് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നിയമം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി പോയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ R. അജിത്, AMVI മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിഷാദ് സിംഗിന് ഇവിടുത്തെ വടകരയിലെ ഒരു പരാതി നൽകിയിരുന്നു ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരാതി എന്ന് പറഞ്ഞാൽ 10-200ഓളം വണ്ടികൾ ഇങ്ങനെ ഏതാനും സ്ഥലത്തു നിന്നും ഈ കളിമണ്ണുമായിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് അവിടെ കളിമൺ ടൈൽസ് ഫാക്ടറിയിലേക്ക് പോകുന്നതായിട്ടാണ് എഴുതിയിരുന്നത്. അത് തന്നെ പല വണ്ടികളും ഇത് ഓവർലോഡായിട്ട് അധികം വണ്ടികളും ഇതിൽ വഹിക്കാവുന്നതിലേറെ ഭാരമായിട്ട് വാഹനങ്ങൾ പോകുന്നതായിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് സർക്കാരിന് നഷ്ടമുണ്ടാക്കത്തക്ക രീതിയിൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ആണ് അവർ ഇതിനകത്ത് പ്രതിപാദിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നും അത് ശരിയാണോ എന്ന് നോക്കണമെന്ന് പറഞ്ഞ് രാത്രിയിൽ ഏകദേശം 2 മണിയോടുകൂടി പോകുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹം വടകര RTOയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനായിട്ട് നിർദ്ദേശം നൽകി. അദ്ദേഹം സ്ക്വാഡ് MPമാരായ ഞങ്ങളെ ഇത് ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും AMVI
മുസ്തഫയും കൂടെ ഇത് രാത്രിയിൽ ഇതിനു വേണ്ടിയിട്ട് അന്വേഷണത്തിൽ ഇറങ്ങി ഇത് ഇതിനകത്ത് കുറേ സത്യങ്ങളുള്ളതായിട്ട് കാണപ്പെട്ടു. അങ്ങനെയാണ് ഈ വാഹനങ്ങൾ പിടിക്കാനും ഇവിടെ കൊണ്ടുവന്നത്. തൂക്കി നോക്കിയതിൽ ഏകദേശം ഓരോ വാഹനത്തിനും ഏതാണ്ട് 14,000 മുതൽ 16,000 രൂപ വരെ പെനാൽറ്റി ചുമത്തേണ്ട അവസ്ഥയുണ്ടായി. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജ് PG ബ്ലോക്ക് കെട്ടിടം തുറന്നു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര CKG സ്മാരക ഗവൺമെന്റ് കോളേജിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി അവഗണിക്കപ്പെട്ടു കിടന്ന ഒരു മേഖലയാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, ഏത് ഗവൺമെൻറ്റുകളാവട്ടെ, അവർ പലപ്പോഴും കാര്യമായി ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 12-13 വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ ഒരു കോളേജിലും ഒരു പുതിയ കോഴ്സും കൊടുത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സുകൾ തന്നെ ഇങ്ങനെ തുടർന്നു വന്നു എന്നുള്ളതല്ലാതെ പുതിയതായിട്ടുള്ള ഒരു കോഴ്സുകളും സർക്കാർ കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ അനുവദിച്ചിരുന്നില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് പോരാ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന സാഹചര്യം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകളിലെല്ലാം തന്നെ പുതിയ കോഴ്സുകൾ കൊടുക്കാൻ തീരുമാനിക്കുകയും. കെ കുഞ്ഞമ്മദ് മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ AN പത്മകുമാരി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AP പ്രമോദ്, ശശികുമാർ പേരാമ്പ്ര, M കുഞ്ഞമ്മദ് മാസ്റ്റർ, കല്ലൂർ മുഹമ്മദ് അലി, ഗോപാലകൃഷ്ണൻ തണ്ടോറപ്പാറ, K ഷിഫ്ന എന്നിവർ പ്രസംഗിച്ചു. കോളേജിന്റെ പരാധീനതകൾ പരിഹരിക്കണമെന്നും പുതിയ കോഴ്സുകളും ജീവനക്കാരെയും ഉൾപ്പെടെ പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നരിപ്പറ്റയിൽ ബോംബേറിൽ കൊല്ലപ്പെട്ട നിട്ടൂരിലെ അനൂപിന് ആദരാഞ്ജലി അർപ്പിച്ച് ഹിന്ദു ഐക്യവേദി വടകരയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. PM അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. VK സജീവൻ, A ഹരികൃഷ്ണൻ, PK രാജൻ, M ബാലകൃഷ്ണൻ, അടിയർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശ്രീ അനൂപ് നമ്മളെ എല്ലാവരെയും വിട്ടുപോയിരിക്കുകയാണ്. അനൂപിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും അനൂപിന്റെ വീട്ടിൽ പോയിട്ടുള്ളവരാണ്. കയ്യിൽ കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിലെ അംഗം. ഞാനിത് പറയുമ്പോ അനൂപിന്റെ വീട്ടിൽ പോയവർക്ക് കൃത്യമായി പറയാം, ഇത് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമല്ല. കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് ചൊക്രൻഡവട ചന്ദ്രന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വികസന സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് പദയാത്ര നടത്തിയത്. കുരിയാടിയിൽ നിന്ന് തുടങ്ങിയ ജാഥ കോട്ടപ്പറമ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം KPCC സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രശേഖരനെ MR രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് പുറങ്കര സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി CV അജിത് ഉദ്ഘാടനം നിർവഹിച്ചു. കൂടാളി അശോകൻ, അച്യുതൻ പുതിയെടുത്തു, അഡ്വക്കേറ്റ് C വത്സരൻ, അഡ്വക്കേറ്റ് E നാരായണൻ നായർ, P അശോകൻ, പുറന്തോടത്ത് സുകുമാരൻ, കളത്തിൽ പീതാംബരൻ, PS രഞ്ജിത് കുമാർ, PK വൃന്ദ, ദുൽഖിഫിൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഇബ്രാഹിം കക്കുഴിയിൽ നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം ചൊക്രൻഡവട ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ പുറങ്കര സ്വാഗതം പറഞ്ഞു. CV അജിത്, രാജേഷ് ചെറുവണ്ണൂർ, നജ്വൽ, പ്രബീൻ പാക്കയിൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ലത്തീഫ് കല്ലറക്കൽ നന്ദിയും പറഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാരാവസ്ഥത്തിലായിരുന്ന ഭാരതം, ആ ഭാരതത്തെ സ്വതന്ത്രമാക്കുവാൻ, ആ ഭാരതത്തിലെ ജനങ്ങൾക്ക് അന്നം കൊടുക്കുവാൻ, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എന്തു രോഗം വന്നിട്ടാണ് മരിച്ചുപോയതെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഭാരതത്തെ
ഭാരതത്തിലെ നമ്മുടെ പൂർവികരുടെ, നമ്മുടെ മാതാപിതാക്കളെ, അവരുടെയും മാതാപിതാക്കളെ, നമ്മുടെ ജനങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യം അങ്ങനെ ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾക്കറിയാം, ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ പ്രസ്ഥാനം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ സ്വർണ്ണലിപികളിൽ എഴുതിയിട്ടുണ്ട്. 1857 സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു എങ്കിൽ 1857 തൊട്ട് 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടും വരെയും ദീർഘമായ 90 വർഷക്കാലം. ആ 90 വർഷക്കാലത്തെ പോരാട്ടത്തിന്റെ സമരത്തിന്റെ വിജയവുമായി നമ്മൾ സ്വതന്ത്രരായി. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. വടകരയിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണം KPCC സെക്രട്ടറി M പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ അടിയോടി മന്ത്രിയായി, ശ്രീ പോൾ പി മാണി മന്ത്രിയായി, ആ കാലഘട്ടം മുതൽ 72 കാലഘട്ടം മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രാജ്യം, ഈ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. 5 വർഷക്കാലം തികച്ചു ഭരിച്ചു. അന്ന് തുടങ്ങി ശ്രീ കെ കരുണാകരന്റെ കരവിരുതുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 1,00,000 വീട് പദ്ധതി CPI കാരനായ നേതാവ് ശ്രീ എം എൻ ഗോവിന്ദൻ നായർ കൊണ്ടുവന്ന പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചോ? എന്നാണ് സാധിച്ചത്? എം.എൻ. ഗോവിന്ദൻ നായർ CPIയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന M.N. ഗോവിന്ദൻ നായർ മുന്നോട്ട് കൊണ്ടുവന്ന പരിപാടി തന്നെ. പക്ഷെ ആ പരിപാടി എന്നാണ് പൂർത്തിയാക്കുവാനും എന്നാണ് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുവാനും സാധിച്ചത്? പ്രസിഡന്റ് T. കേളു അധ്യക്ഷത വഹിച്ചു. കൂടാളി അശോകൻ, CV അജിത്, പുറന്തോടത്ത് സുകുമാരൻ, കരിമ്പനപാലം ശശിധരൻ, KP കരുണൻ, കളത്തിൽ പീതാംബരൻ, ചൊക്രന്തവിട ചന്ദ്രൻ, കുരിയാടി സതീശൻ, PS രഞ്ജിത് കുമാർ, K. ബാബു, നല്ലാടത്ത് രാഘവൻ, മടത്തിൽ പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തിന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം. ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. 3G മൊബൈൽ വേൾഡ്. 400-ലേറെ മോഡലുകൾ, 100-ലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്. നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. കടനവീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം മികച്ച കമ്പനികളുടെ ചെരുപ്പുകളും ഷൂസുകളും 20% മുതൽ 50% വരെ വിലക്കുറവിൽ. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, അഞ്ചുവിളക്കിന് സമീപം, ഫോർട്ട് ലൈൻ, പഴയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9846030470. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്
ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായ അധികാര തർക്കത്തിനിടെയാണ് LDF നോട്ടീസ് നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിലെ 17 സീറ്റുകളിൽ UDFൽ കോൺഗ്രസ് 5, മുസ്ലിം ലീഗ് 5, SJD 1, LDFൽ CPM 5, CPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 3 വർഷത്തിനു ശേഷം പ്രസിഡന്റ് പദവി കൈമാറാമെന്ന ധാരണയിൽ നിന്ന് ലീഗ് പിന്മാറിയതിനെ തുടർന്നാണ് UDFൽ പോരുമുറുകിയത്. കോൺഗ്രസ് പ്രതിനിധികളായ വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും രാജിവെച്ചു. UDF തർക്കം മുതലെടുക്കാനാണ് ഇടതു നീക്കം. UDF തർക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതായി LDF കുറ്റപ്പെടുത്തി. ഭരണസ്തംഭനത്തിന്റെ ഉത്തരവാദിയായ പ്രസിഡന്റ് നൊച്ചാട് കുഞ്ഞബ്ദുള്ള രാജിവെച്ചൊഴിയണമെന്ന് LDF ആയഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമിയുമായി കൈകോർത്ത് ഗ്ലോബൽ തിയേറ്റർ വടകരയിൽ സംഘടിപ്പിക്കുന്ന പ്രതിവാര നാടകോത്സവത്തിന് തിരക്കേറുന്നു. എല്ലാ ശനിയാഴ്ചയും ശ്രദ്ധേയ നാടകങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. പ്രതിവാര നാടകോത്സവത്തിന്റെ ഭാഗമായി പഴയകാല നാടക നടൻ വെള്ളൂർ P. രാഘവനെ ആദരിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി വെള്ളൂർ P. രാഘവനെ പൊന്നാട ചാർത്തി. സൂര്യകൃഷ്ണമൂർത്തിയെയും ചടങ്ങിൽ ആദരിച്ചു. E. മോഹനകൃഷ്ണൻ, പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ പ്രമുഖ നാടക ട്രൂപ്പുകളുടെ നാടകങ്ങൾ ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് വടകരയിലെ നാടകപ്രേമികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നിട്ട ആഴ്ചകളിൽ നിറഞ്ഞ സദസ്സിന് മുമ്പാകെ നാടകങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കരാട്ടെ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ റൻഷി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെൻസി മഹിതൻ, സെൻസി ശശി, റൻഷി മനോജ്, സെൻസായി ജോർജ്, രാജ സെൻസി, സെൻസായി അരുൺദേവ്, സെൻസായി വിനീതൻ, സെൻസായി ഷാജി, സെൻസായി ബൈജു എന്നിവർ സംസാരിച്ചു. ഇതിൽ സ്പോർട്സ് കരാട്ടെ സെമി കോൺടാക്ട് സിസ്റ്റത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ജില്ലയിലെ ഏകദേശം 325ഓളം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ജില്ലാതല ചാമ്പ്യൻഷിപ്പ് കരാത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഇത് കേരള കരാത്തെ അസോസിയേഷൻ്റെ അണ്ടറിലുള്ള കോഴിക്കോട് ഡിസ്ട്രിക്ട് കരാത്തെ ഓർഗനൈസേഷൻ്റെ കീഴിലാണ് നടക്കുന്നത്. ഏകദേശം 325 കുട്ടികൾ ഇതിൽ പങ്കെടുത്തുന്നുണ്ട്. എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റും മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ഇത് ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ റൻഷി ജയപ്രകാശ് സാറാണ് ഇതിൻ്റെ എല്ലാ ഭാരവാഹിത്വം ചെയ്യുന്നത്. ജില്ലാ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കുറേ കാലം 30 കൊല്ലത്തോളം ഈ ഫീൽഡിൽ കരാത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വടകര മീഡിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്മസ് ദിനത്തിൽ വടകര IMA ഹാളിൽ മാധ്യമ പ്രവർത്തക ജില്ലാ സംഗമം നടക്കും. രാവിലെ 9:30 CK നാണു MLAയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിന്റെ മുന്നോടിയെ നഗരത്തിൽ വിളംബര ജാഥ നടത്തി. M. അജയകുമാറിന്റെ കാർട്ടൂൺ പ്രദർശനം, മാധ്യമ സെമിനാർ, സുവനീർ പ്രകാശനം, കലാനിശ എന്നിവ നടക്കും. മാധ്യമ സെമിനാറിൽ മംഗളം എക്സിക്യൂട്ടീവ് എഡിറ്റർ A. സജീവൻ, ഇന്ത്യ വിഷൻ ന്യൂസ് എഡിറ്റർ E. സനീഷ്, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. K. നാരായണൻ, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുങ്കര എന്നിവർ സംബന്ധിക്കും. സുവനീർ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ കമൽ നിർവഹിക്കും. വടകര മാജിക് അസോസിയേഷൻ വാർഷികാഘോഷമായ മാജിക് ഈവ് ടൗൺ ഹാളിൽ അരങ്ങേറി. 12 മാന്ത്രികരെ അണിനിരത്തിയുള്ള പരിപാടി നിരവധി പേരെ ആകർഷിച്ചു. ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോബിൻ സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് പേരാബ്ര ഉദ്ഘാടനം നിർവഹിച്ചു. സനീഷ് വടകര നന്ദിയും പറഞ്ഞു. മാജിക് വിരുന്നും സംഘടിപ്പിച്ചു. നമ്മളെ ഓഡിറ്റോറിയത്തിലെ മുഴുവനാളികളെയും കണ്ണടച്ചുകൊണ്ട് ഒരു സെക്കൻഡ് നേരം വീക്ഷിക്കുക. കണ്ണടച്ചുകൊണ്ട് ഓക്കെ മാജിക് ഓക്കെ
അടച്ചോളൂ.